രാജ്യത്തെ ആദ്യത്തെ ദയാവധം നടപ്പാക്കിയ ഹരീഷ് റാണയുടെ സംസ്കാരം ഇന്ന് നടക്കും. ഗാസിയാബാദിലാണ് സംസ്കാര ചടങ്ങുകൾ. നീണ്ട 13 വർഷത്തെ നിശബ്ദതയ്ക്കും വേദനകൾക്കും വിരാമമിട്ട് ഹരീഷ് റാണ യാത്രയായത് ഇന്നലെയാണ്. 13 വർഷമായി അബോധാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഹരീഷ് റാണയുടെ വെന്റിലേറ്റർ സൗകര്യങ്ങൾ ഇന്നലെയാണ് നീക്കിയത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സുപ്രീംകോടതി ദയാവധത്തിന് അനുമതി നൽകിയത്. അന്തസ്സായി മരിക്കാനുള്ള അവകാശവും പൗരനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി ഉത്തരവ്. ഡൽഹി എയിംസിൽ വെച്ചാണ് റാണ മരണത്തിന് കീഴടങ്ങിയത്. ഇന്നലെ വൈകിട്ടാണ് ഹരീഷ് റാണ അന്തരിച്ചതായി സ്ഥിരീകരിച്ചത്. ഘട്ടം ഘട്ടമായി മരുന്നുകളും സഹായങ്ങളും നീക്കം ചെയ്തതോടെയാണ് മരണത്തിന് കീഴടങ്ങിയത്. ഓക്സിജൻ, ഭക്ഷണം എന്നിവ ഘട്ടം ഘട്ടമായി ഒഴിവാക്കി സ്വാഭാവികമായ അന്ത്യം ഉറപ്പാക്കുകയായിരുന്നു ഡോക്ടർമാർ. 2013 പഞ്ചാബ് സർവകലാശാലയിൽ പഠിക്കുമ്പോൾ കെട്ടിടത്തിന്റെ 4ാം നിലയിൽ നിന്ന് വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്നാണ് ഹരീഷ് റാണ കിടപ്പിലായത്. അന്നുമുതൽ യന്ത്രസഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയത്. 2018 സുപ്രീംകോടതി ദയാവധത്തിന് നിയമസാധുത നൽകിയ ശേഷം കോടതി ഉത്തരവിലൂടെ അനുമതി ലഭിക്കുന്ന ആദ്യ കേസാണ് ഹരീഷ് റാണയുടേത്. ചികിത്സ കൊണ്ട് പുരോഗതിയില്ലാത്ത സാഹചര്യത്തിൽ അന്തസ്സോടെ മരിക്കാനുള്ള അവകാശം വ്യക്തികൾക്കുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. സാമ്പത്തികമായി തകർന്നുവെന്നും മകന്റെ ദുരിതം കാണാൻ വയ്യെന്നും ചൂണ്ടിക്കാട്ടി മാതാപിതാക്കളാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.